ഇടതുപക്ഷ നേതാക്കൾ പൊതുവെ നിരീശ്വരവാദികളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ദൈവങ്ങളെ വിശ്വാസമില്ല, ഗണപതിയൊക്കെ മിത്താണ്, ഈ എല്ലാ ദൈവങ്ങളുമൊക്കെ വെറും ഒരു തട്ടിക്കൂട്ട് സങ്കല്പമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ CPM-ലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും അമ്പലത്തിൽ പോവും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ പോവുകയുള്ളൂ. പിന്നെ വഴിപാടൊക്കെ നടത്തുക ഇവർക്ക് വേണ്ടി പ്രത്യേക സൈബർ ടീമുകളുണ്ട്, സഖാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചും പതുങ്ങിയൊക്കെ പോയി ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ അസ്തമിച്ചതിന് ശേഷമോ ഒക്കെ ഇരുട്ട് വീഴുമ്പോഴാണ് ഇവർക്ക് അമ്പലത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ പൂജാരിമാരെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഓൺലൈനായി വഴിപാട് നടത്തും. അങ്ങനെയാണ് ഈ കമ്മികൾ കൂടുതലായി ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തൊക്കെയോ നേർച്ചകൾ ഇവർ നടത്തി, അതിനൊരു കൈയും കണക്കില്ല. CPM-ന്റെ കുറെ പ്രവർത്തകർ എന്തിനു വേണ്ടിയും തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറെ വഴിപാടൊക്കെ ഇവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് CPM നേതാവ് P. ജയരാജൻ. ഇന്നലെ വൈകുന്നേരം 5:30-ഓടെയാണ് പാത്തും പതുങ്ങിയും ഇരുചെവി അറിയാതെ P. ജയരാജൻ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. വേറെ ഒന്നും ആയിരിക്കില്ല P. ജയരാജൻ ദർശനം നടത്തിയത്. CPM-ന്റെ ആ സംസ്ഥാന സെക്രട്ടറി കസേര എനിക്ക് തരണം, ഗോവിന്ദൻ മാഷയെ അവിടെ നിന്ന് മാറ്റി എന്നെ അവിടെ പിടിച്ചിരുത്തണം എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും പോയിട്ടുള്ളത്. വീഡിയോ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദർശനം പൂർത്തിയാക്കി ശരവേഗത്തിൽ നേരെ ജയരാജൻ കാറിക്കറി മടങ്ങിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥനൊപ്പമാണ് P. ജയരാജൻ എത്തിയത്. ക്ഷേത്ര ദർശനത്തിന്റെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്ന് ക്ഷേത്ര ജീവനക്കാരോട് ദേവസ്വം ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-നേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ജയരാജന്റെ ക്ഷേത്ര ദർശനം. രാവിലെ ക്ഷേത്രത്തിൽ എത്താനാണ് ജയരാജൻ ആദ്യം തീരുമാനിച്ചത്. ആ സമയം ഭക്തരുടെ എണ്ണം കൂടിയതിനാൽ ജയരാജൻ ദർശനം വൈകുന്നേരത്തേക്ക് മാറ്റുകയായിരുന്നു. കൂടാതെ CPM നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതിയുണ്ട്. ഈ മീശ മാധവൻ സിനിമയിൽ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ ഈ വെടിവഴിപാട് നടത്താൻ പോകുന്നത് പോലെ മൈക്കിക്കൂടെ വിളിച്ച് പറയാതെ നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതേ രീതിയാണ് CPM നേതാക്കളും ചെയ്യുന്നത്. ചെവി അറിയാതെ, ആരും അറിയാതെ, ഒളിച്ചും പാത്തും ഒക്കെ ചെന്ന് പതുക്കെ കയറി ദർശനം നടത്തി വഴിപാടുമൊക്കെ നടത്തി ശത്രു സംഹാര പൂജയൊക്കെ നടത്തിയിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇതേ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ 2018 മുതൽ ഈ ശത്രു സംഹാര പൂജ ചെയ്യുന്നു വരുന്നതിൽ കെങ്കേമനാണ്. കാരണം കോടിയേരിക്ക് അറിയാം പിന്നിൽ നിന്നും കുത്താൻ പാർട്ടിയിൽ കുറേ നേതാക്കന്മാരുണ്ടെന്ന് നല്ലപോലെ അറിയാം. കൂടാതെ ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി നടത്തപ്പെടുന്ന ഗുരുതി പുഷ്പാഞ്ജലിയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ഈ വഴിപാടൊക്കെ നടത്തിയതിനു ശേഷമാണ് ജയരാജൻ ക്ഷേത്രം വിട്ടത്. പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അതും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വൈകുന്നേരമായിരുന്നു. അത് അച്ഛന് കുറെ വഴിപാടൊക്കെ നടത്താൻ വേണ്ടിയാണ് എത്തിയത്. കാരണം പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ചിട്ട് ആ വിളക്ക് തെളിയിക്കുന്നത് അവിടെയല്ലേ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതിലായിട്ടാണ് മകൻ തന്നെ എത്തി അച്ഛനൊരു വഴിപാടൊക്കെ നടത്തിച്ചിട്ട് പോയത്. പക്ഷേ ജയിച്ചതുമില്ല. ഇതിന് സമാനമായാണ് ജയരാജൻ കൊടുങ്ങല്ലൂരിലെ ദർശനമുണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ 2018 ഈ കോവിഡ് സമയത്ത് ഒരു ശത്രുദോഷ പരിഹാര പൂജ നടത്തിയിരുന്നു. ചെവി അറിയാതെ ഒരു 7-8 ബ്രാഹ്മണ പോറ്റിമാരെ ഇരുത്തിയാണ് ഒരു 4 ദിവസം നീണ്ട ഒരു ശത്രുദോഷ പരിഹാര പൂജ നടത്തിയത്. കോടിയേരി താമസിക്കുന്ന തലശ്ശേരിയിലെ വീട്ടിൽ ഡിസംബർ 4 മുതൽ 8 വരെയായിരുന്നു ശത്രുദോഷ പരിഹാര പൂജ നടന്നത്. കൈമുക്ക് ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃശൂർ കൊടക്കരയിലെ പ്രമുഖ തന്ത്രി കുടുംബത്തിലെ പുരോഹിതരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ചടങ്ങുകൾ നടന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ചടങ്ങുകൾ എന്ന് പറയുന്നത് സുദർശന ഹോമം, ആവാഹന പൂജകൾ അതൊക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. 8ഓളം തന്ത്രി പ്രമുഖർ പൂജകളിൽ പങ്കെടുത്തു. പക്ഷേ ഇത് പുറത്തായി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ത്രിമാരെല്ലാവരും കൂടെ ആ തലശ്ശേരിയിലെ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, തിരുവങ്ങാട് ശ്രീ രാമസ്വാമി ക്ഷേത്രം. അവിടുത്തെ ആ ചിറയിൽ ഒന്ന് കുളിക്കാനായിട്ട് വന്നപ്പോൾ ആ പ്രദേശത്തൊന്നും തന്നെ ഇന്നേ വരെ കണ്ടു പരിചയമില്ലാത്ത ഈ ഒരു അപരിചിതരായ ബ്രാഹ്മണർമാർ കുളിക്കുന്നത് കണ്ടു. അങ്ങനെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ 4 ദിവസമായി ഈ പൂജകളൊക്കെ നടക്കുന്നു, ശത്രുദോഷമുണ്ട് എന്ന് പറഞ്ഞു കോടിയേരിക്ക് അങ്ങനെ ഒരു പൂജ നടക്കുന്നുവെന്ന് പുറത്തായത്. അതോടുകൂടിയാണ് CPM നേതാക്കന്മാർ എല്ലാവരും ഇതുപോലെ ഈശ്വരഭക്തനാണ്, ഈ പത്തും പതുങ്ങിയും ചെവിയും അറിയാതെ ദൈവങ്ങളെ പൂജിക്കുന്നവരാണ് CPM-ലെ നേതാക്കളെന്ന് പുറത്തായത്. ഇതോടൊപ്പം ഈ ജയരാജൻ അവിടെ പോയി വലിയൊരു വഴിപാട് കഴിച്ചത് ശത്രുദോഷത്തിനും കൂടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇരിപ്പിടത്തിനൊന്ന് ഉയർന്ന സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് പോയി ഈ ജയരാജൻ കൊടുങ്ങല്ലൂരിൽ പോയി പൂജ നടത്തിയത്. അതായത് ഉറപ്പാണ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു മുഖ്യ ഒരു പൊസിഷൻ ഒരു പദവി ജയരാജന് കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു പൂജയാണ് ജയരാജൻ അവിടെ നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല.